ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരു സെയിൽസ് വീഡിയോ ആയിട്ടല്ല, ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് എന്ന് പറയുന്നത് നൈറ്റി കൊടുത്തിട്ടുണ്ട്. നൈറ്റി കുറച്ചധികം നൈറ്റി തന്നെ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്നും കൂടി പറഞ്ഞുതരാം. അപ്പം നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോട്ടിൽ സീക്രട്ട് എന്നാണ് ഷോപ്പിൻ്റെ പേര്. കറക്റ്റ് നമ്മൾ ഷോപ്പ് നിൽക്കുന്നത് അയങ്കലം പറപ്പുറം ഭാഗത്തേക്ക് പോണ ബസ് നിർത്തിയിടണ അതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് സർദാർ കോംപ്ലക്സിലാണ് നമ്മളെ ഷോപ്പുള്ളത്. സീക്രട്ട് എന്നായ മനോഹരമായ ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്, അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ 2024 ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2025 നമ്മളെ അടുത്തേക്ക് വരാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ കുറച്ച് നൈറ്റികൾ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് എങ്ങനെയുള്ളവർക്കാണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, നമ്മളെ വീഡിയോയിൽ തന്നെ നമ്മളിപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുകാരുണ്ട് വീഡിയോ നൈറ്റി എടുക്കാൻ പറ്റാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം പിന്നെ അവർ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണോ, കാരണം കുട്ടികളെ പഠിപ്പ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ ഒരു ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് അപ്പോൾ പെട്ടെന്ന് നൈറ്റ് ഒന്നും എടുക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളെ കൂട്ടത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് തീരെ നൈറ്റ് ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരാൾക്കാർ അക്കൗണ്ട് പിന്നെ എന്താ പറയുക ഗൂഗിൾ പേ അക്കൗണ്ട് ഒന്നും ഇല്ലാത്ത കൂട്ടുകാർ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ നൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ വീഡിയോ കാണുന്ന അങ്ങനെയുള്ള അർഹരായ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ അവർക്ക് നമ്മൾ അഡ്രസ്സും കാര്യങ്ങളും വിട്ടു തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഈ നൈറ്റുകൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയും ഐറ്റംസുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഇതിൻ്റെ ഒരു നമ്മൾ ചെയ്യുന്ന ആ ഒരു ചാരിറ്റി ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന നമ്മളേക്കൊന്ന് പർച്ചേസ് ചെയ്യുന്ന കൂട്ടുകാർക്കും എന്താ പറയുക, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രൂപത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കേട്ടോ, ഒരു ആശയം അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാവരും പുതിയ വർഷം വരട്ടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെന്താ വിചാരിച്ചത്, പുതിയ വർഷം വരട്ടെ എന്ന് ചോദിച്ചാൽ ഈ വർഷത്തിൽ നമ്മൾ എന്താ ചെയ്തതെന്നുള്ളത് നമുക്ക് പറയാൻ ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ എന്താ ഇപ്പോൾ ഈ വർഷം ചെയ്തതെന്നുള്ളതിന് ഒരു കാര്യങ്ങളും കണ്ടെത്താണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം തോന്നിയതാട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും. നമ്മൾ എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ ചെറിയ എമൗണ്ടുകളൊക്കെ ആയിരിക്കും കൊടുക്കാനുണ്ടാവുക. ഇപ്പോൾ നമ്മളെ സ്ഥിതി തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് നമുക്ക് കൊടുക്കാനൊന്നും എന്താ പറയുക ചാരിറ്റി ആയിട്ട് കൊടുക്കാനൊന്നും നമ്മളെ ഇപ്പോഴത്തെ ഒരു ഇതിലുണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളെ എന്താ പറയുക, നമ്മൾ ബിസിനസ് ചെയ്തിട്ട് ആ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു എത്ര എമൗണ്ട് ആണെന്നും പറയണില്ല, ആർക്ക് കൊടുക്കണമെന്നും ഞാൻ പറയണില്ല കേട്ടോ. നമ്മൾ പൊതുവേ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വലത്തെ കൈ കൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇടത്തെ കൈ പോലും അറിയരുത് എന്നാണല്ലോ. അപ്പം അതിന് എന്താ പറയുക, ഞാനിപ്പോൾ ഈ ചെയ്യണ നിങ്ങൾ എന്തിനാ ഇപ്പോൾ വീഡിയോയിൽ എന്തിനാണ് ചെയ്യണം, നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരും അറിയാതെ കൊടുത്തൂടെയെന്ന് വിചാരിക്കും. പക്ഷേ അതിന് വേണ്ടിയിട്ടല്ല, ചിലപ്പം നമ്മളെ ഇടയിൽ പെട്ട കൂട്ടുകാരെ നമ്മൾ അറിയാതെ നമ്മൾ കൊടുക്കുന്നത് നല്ലത് തന്നെ. കാരണം നമ്മളെ അടുത്തുള്ള എമൗണ്ട് അറിയാതെ ആർക്കും നമ്മളിപ്പോൾ ചെയ്യണതും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്താ പറയുക, ആരും അറിയാതെ പിന്നെ ആർക്കാണ് കൊടുക്കണതെന്ന് നമ്മൾ പറയണില്ല, എന്താ പറയുക പരസ്യപ്പെടുത്തണില്ല, എത്ര എമൗണ്ടാണ് കൊടുക്കണമെന്ന് നമ്മൾ പരസ്യപ്പെടുത്തണില്ല. അപ്പം നമ്മളെക്കൊണ്ട് കഴിയണ, നമ്മൾ ബിസിനസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ ലാഭത്തിൽ നിന്ന് നമ്മളെക്കൊണ്ട് കഴിയണ ഒരു എമൗണ്ട് മാസത്തിൽ നമ്മളൊരു ചാരിറ്റി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മനസ്സിലൊരു എന്താ പറയുക ഒരു നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താ പറയുക അങ്ങനെ കിട്ടട്ടെ എന്ന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണേ. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്കും കൂടി ഒരു പങ്കാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ബിസിനസ് വിജയിക്കുക, നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങണ ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങളേക്കൊന്ന് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ക്യാഷ് വാങ്ങിയിട്ടല്ല കേട്ടോ പറയണത്, നിങ്ങൾ വാങ്ങണ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടാണല്ലോ നമ്മളെ ബിസിനസ് വളരുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു പങ്ക് നിങ്ങൾക്കും കൂടി ഉണ്ടാവില്ലേ. കാരണം നമ്മളേക്കൊന്ന് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റാണല്ലോ. ആ ബെനിഫിറ്റിൽ നിന്ന് നമ്മളൊരു ചാരിറ്റിക്കുള്ള ഒരു എന്താ പറയുക പാവപ്പെട്ട ഒന്നിനും കഴിയാത്ത എല്ലാവരും ഉപേക്ഷിച്ച് പോയ ഒരുപാട് കൂട്ടുകാരില്ലേ നമ്മളെന്ന് ഈ സമൂഹത്തിൽ. എല്ലാവരും ഒന്നും നമ്മൾക്ക് സഹായിക്കാൻ പറ്റൂല. നമ്മളെ ഇത് വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാവരും സഹായിക്കാൻ പറ്റാമെന്നൊന്നുമില്ലല്ലോ. എന്താ പറയുക,
അണ്ണാൻ കുഞ്ഞിന് തന്നാലായതെന്ന് പറഞ്ഞ മാതിരി നമ്മളെക്കൊണ്ട് കഴിയണൊരു ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അത് നാളേക്ക് വേണ്ടി മാറ്റി വെക്കണ്ടല്ലോ. എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം നമുക്ക് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഇന്ന് തന്നെ കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വരട്ടെ, കുറച്ചും കൂടി ഉണ്ടാവട്ടെ അങ്ങനെ കാത്തിരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, ലാസ്റ്റ് നമ്മൾക്ക് ഓരോ പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊന്നും കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ഒരു പോസിബിളായ കാര്യമല്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും കൂടി ബെനിഫിറ്റ് ആവണത് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്കും കൂടി എന്താ പറയുക ഇതിൽ പങ്കാളികളാവുക എന്നുള്ളതാണ് നമ്മളൊരു ഇത് കൊടുത്തിട്ടുള്ളത്. അത് എന്താ പറയുക, ഞാൻ ആരെയും നിർബന്ധിക്കണില്ല. നമ്മളെയൊക്കെ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടാവുമല്ലോ, അവർക്ക് ഇതുപോലത്തെ ചാരിറ്റികൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരും ഉണ്ടാവും. അപ്പോൾ അവർ എന്താ പറയുക, നമ്മളേക്ക് ഈ ഒരു സംഭവം എടുത്തിട്ട് നമ്മളെ ബിസിനസ് വളർന്നാലേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ബിസിനസ്സിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റുക? നമ്മളെ ബിസിനസ് വളരുന്നതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇതിലൊരു നെഗറ്റീവ് കമൻറ്റ് വരാനുള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ എന്തിനാപ്പോൾ എന്താണ് നിങ്ങൾ ബിസിനസ്സിൻ്റെ പ്രൊമോഷനായിരിക്കുമെന്ന്. ബിസിനസ് എന്തായാലും ബിസിനസ് എങ്ങനെ വളർത്തിയാൽ ബിസിനസ് വളർന്നാൽ തന്നെയല്ലേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ 1 രൂപ കൊടുക്കുകയാണെങ്കിൽ നാളെ 2 രൂപ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കൂടിയാലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നും ഒരേ എമൗണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതിലല്ലല്ലോ കാര്യം. നമ്മൾക്ക് എത്രത്തോളം നമ്മൾ ജീവിക്കുന്നതിനനുസരിച്ച് എത്രത്തോളം നമ്മൾക്ക് മറ്റുള്ളവരെയും കൂടി സഹായിക്കാൻ പറ്റും എന്നുള്ളതിൽ ഒരു വലിയൊരു പങ്ക് തന്നെ ഉണ്ട്. കാരണം ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരിങ്ങനെ ചെയ്യണവരുണ്ടാവും കേട്ടോ. ഒരുപാട് കൂട്ടുകാരിങ്ങനെ ചാരിറ്റിയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യണവരുണ്ടാവും. നമ്മൾ ഈ ലോകം മുഴുവനും നമ്മൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലൊന്നും നമ്മൾ പറയാൻ പറ്റില്ല. കാരണം നമ്മളെക്കൊണ്ട് കഴിയണത് അതന്നെ അണ്ണാൻ കുഞ്ഞിന് തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെക്കൊണ്ട് കഴിയണ പോലെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, എല്ലാവരും വിളിച്ചിട്ട് നമ്മളെയും സഹായിക്കണം എന്ന് പറയുന്ന ആ ഒരിത് നമ്മൾക്ക് എന്താ പറയുക, ഇപ്പോൾ നമുക്ക് അതിനുള്ള ഇത് താങ്ങാൻ കഴിയൂല. നമ്മൾ ഇങ്ങനെ കുറഞ്ഞ് പടി സ്റ്റെപ്പായിട്ട് നമ്മൾ വരണേ ഉള്ളൂ. അപ്പോൾ കാലെടുത്ത് വെക്കണേ ഉള്ളൂ. അപ്പോൾ നമ്മളെക്കൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് കഴിയൂല. നമ്മളിങ്ങനെ എന്താ പറയുക, ഇതുണ്ടല്ലോ, ഒരു കൂട്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് ഓരോ കാല് വെച്ച് വരണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യണത് എന്താണ്, നമ്മളിങ്ങനെ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളും കൂടി പങ്കാളികളാവണം എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ അതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളേക്കൊന്ന് പ്രൊഡക്റ്റ് വാങ്ങുക, നമ്മളെ വിജയിപ്പിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ ഒന്നും വാങ്ങാൻ കഴിയണില്ല എന്നുണ്ടെങ്കിലും നമ്മളെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് മറ്റുള്ളവർ നിങ്ങളെ ഷെയർ കാരണം മറ്റുള്ളവർ വാങ്ങിയാലും അത് നിങ്ങൾക്ക് ഗുണം തന്നെയാണ്. നമ്മളെ ആഖിറത്തിലേക്കുള്ള അക്കൗണ്ടുകൾ ഇങ്ങനെ നമ്മളറിയാതെ നിറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. അത് കാരണം നമ്മളിലൂടെ എന്താ പറയുക, നമ്മളെ ബിസിനസ് പൊക്കാൻ ബിസിനസ് ഉയർത്താൻ എന്നുള്ള ഒരു നിയത്ത് മാത്രമല്ല കേട്ടോ അതിലുള്ളത്. നമ്മൾക്ക് ഇങ്ങനെയും കൂടി ഒരു പിന്നെ ആർക്കും ഗുളിക പോലും വാങ്ങാൻ ആളില്ലാത്തവർ, പിന്നെ അതുപോലെ വൃദ്ധസദനത്തിൽ കൊണ്ടിട്ട് ആരും നോക്കാനൊന്നും ഇല്ലാത്ത ആളുകളുണ്ടാവുമല്ലോ കൊണ്ടിട്ടിട്ട്, അവർക്കൊക്കെ നമ്മൾക്ക് നമ്മളെക്കൊണ്ട് കഴിയണ കേട്ടോ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളെ സ്റ്റേജ് എവിടെയെന്നുള്ളത് അവിടെ തുടങ്ങിയിട്ട് നമ്മളെക്കൊണ്ട് കഴിയണ മാതിരി ഓരോ സ്റ്റെപ്പ് മുന്നിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ്. അപ്പോൾ അതിൽ നിങ്ങളും കൂടി പങ്കാളികളാവുക എന്നുള്ളതിലാണ് ഞാൻ നിങ്ങളെ ഈ ഒരു നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളേക്കൊന്ന് പ്രൊഡക്റ്റ് വാങ്ങണോരെ ഇതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും. എന്താ പറയുക, ഇങ്ങനെ കൊടുക്കാനൊക്കെ ആഗ്രഹമുള്ളവർ, പക്ഷെ ഒരു വലിയ എമൗണ്ട് ഒന്നും എടുത്ത് കൊടുക്കാനും കഴിയാത്തവരുണ്ടാവും. പക്ഷെ ഇങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒരു വലിയൊരു എമൗണ്ട് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ കഴിയാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് 1 രൂപ നിങ്ങളെ എന്താ പറയുക, 1 രൂപ ആയാലും 2 രൂപ ആയാലും ഒക്കെ നിങ്ങളേക്കെന്ന് ഇങ്ങനെ വരുന്ന ആ ഒരു എല്ലാവരും കൂടി കൂടുമ്പോൾ നമ്മളെ ബിസിനസ്, നിങ്ങൾ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമ്മളെ ബിസിനസ് ഉയരും. അപ്പോൾ നിങ്ങൾ
ഇതുകൊണ്ട് നമ്മൾക്കും കൂടി ബിസിനസ് വളർന്നിട്ട് നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് ഒരു എമൗണ്ട് കൊടുക്കുമ്പോൾ അതിൽ നിങ്ങളും കൂടി പങ്കാളികളാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടാണല്ലോ നമ്മളെ ബിസിനസ് ഉയരുന്നത്. അതാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇത് ഈ ഒരു ആശയം ഇഷ്ടപ്പെട്ടാൽ, പിന്നെ അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ, അവരോട് മാത്രമാണ് ഞാൻ പറയണത്. അല്ലാതെ ഇതിലേക്ക് താല്പര്യമില്ലാത്തവരോ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് കുഴപ്പമില്ല, അതല്ല നിങ്ങൾ നമ്മളെ ഈ കാര്യങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ നമ്മളേക്ക് ഒന്ന് പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്താ പറയുക, ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഈ ഒരു പറഞ്ഞിട്ട് പിന്നെ ചെയ്യാന്നുള്ളത് തോന്നണ്ട. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ കാരണം ഇതിലൊരു സത്യം ഉണ്ടല്ലോ എന്നുള്ള അങ്ങനത്തെ ആ ഒരു ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ആരും നിർബന്ധിക്കൂല. ഞാൻ ഈ ഒരു വാക്കുകൾ ഇപ്പം നിങ്ങളോട് പറയണത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഒരു കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് നിങ്ങൾക്കും കൂടി ചെയ്യാൻ കഴിയുമല്ലോ. നമ്മളിപ്പോൾ അങ്ങനെ തന്നെ അല്ലേ, കുട്ടികളായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് കുട്ടികളത് ചെയ്യണത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് തന്നെയല്ല കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആരും അറിയാതെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് മാത്രമല്ല ഗുണമല്ലേ. അപ്പോൾ നമ്മളത് കണ്ടിട്ട് ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങളും കൂടി അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി ആ ഒരു ഗുണങ്ങൾ കിട്ടുമല്ലേ. മറ്റുള്ളവരെ സഹായിച്ചാൽ നമ്മൾ ഒരിക്കലും എവിടെയും പോവില്ല. അത് 100% എന്ന് പറഞ്ഞാൽ 100% ഉറപ്പാണ്. ഇല്ലാത്ത ആളുകളെ സഹായിച്ചാൽ നമുക്കുള്ളതിനനുസരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, അങ്ങനത്തെ ഒരു ഇത് തരുന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ. നല്ല ഹൃദയരായ ആളുകൾ നമ്മളോടൊപ്പം കൂടുക. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോൻ്റെ ലക്ഷ്യം ഇതാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.